പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. 2025-2026 വർഷത്തെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന പൂമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ മാരാത്ത് നഗർ ഉന്നതി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA സന്ദർശിച്ചു. ഉന്നതിയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉന്നതിയിലെ താമസക്കാരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വതി സിനേഷ്, പട്ടികജാതി വികസന ഓഫീസർ CD നിക്സി, സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ AM സീതാദേവി, ഓവർസിയർ PR നവനീത, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, SC പ്രൊമോട്ടർ KR അശ്വനി എന്നിവരും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആ തുക കുറച്ചിട്ടുള്ള തുകയാണ് നിങ്ങൾക്ക് നൽകുക. അതൊന്നും ശരിയായിട്ടില്ലായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ 15-ാം വാർഡിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് നിവേദനം നൽകി പ്രദേശവാസികൾ. ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഗാന്ധിഗ്രാം പ്രദേശത്ത് കഴിഞ്ഞ 7 മാസക്കാലമായി രൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് അനുഭവപ്പെടുന്നതെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇവിടേക്കുള്ള പൈപ്പുകളുടെ കാലപ്പഴക്കവും പൈപ്പുകളുടെ റൂട്ട് മാപ്പ് നിലവിലില്ലാത്തതും പുതിയ കണക്ഷനുകൾ നൽകിയതുമാണ് ശുദ്ധജലക്ഷാമം രൂക്ഷമാകുവാൻ കാരണം. പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഇവിടെ ജലസംഭരണി സ്ഥാപിച്ച് ശുദ്ധജല വിതരണം നടത്തിയാൽ മാത്രമേ ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ കഴിയുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. മാലിന്യമകറ്റുന്ന മാലാഖമാർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നർത്തകിയും ചലച്ചിത്ര താരവുമായ വൈഗ K സജീവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ചെയർമാൻ ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോണി പോൾ മാവേലി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ മനോജ് മുകുന്ദൻ, അനിത, രാജേഷ് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ കൃഷ്ണപ്രസാദ് AJ സ്വാഗതവും സോണി അജിത് നന്ദിയും പറഞ്ഞു. ഹരിതകർമ്മസേനയുടെ സംഗമം ഇതാ ഔപചാരികമായി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹോദരിമാരെന്നാണ് എനിക്ക് അഭിമാനപൂർവ്വം നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട് എന്ന് പറയുന്നത്, നാം ജീവിക്കുന്ന നമ്മുടെ പരിതസ്ഥിതി എന്ന് പറയുന്നത് നമുക്കാവശ്യമായ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ പ്രകൃതിയെയും നിലനിർത്തുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നാം കുറേ കാലങ്ങളായി കാണുന്നത് മാലിന്യമാണ് എന്നതാണ്. ആരാണ് മാലിന്യം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് മാലിന്യം ഇങ്ങനെ എൻ്റെ മാലിന്യം മറ്റൊരാളുടെ പറമ്പിലേക്ക് ഞാൻ വലിച്ചെറിയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, അതാണ് എൻ്റെ കർത്തവ്യമെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മലയാളിയുടെ മനസ്സിലേക്ക് ആരാണ് അത്തരത്തിലുള്ള ചിന്തകളെ കോരിയിട്ടത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജീവിച്ചു വന്ന, പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഇന്നലകളിലുണ്ടായിട്ടുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ പ്രധാനമായും ഞാനാണ് പ്രധാനി എന്ന് ചിന്തിക്കുന്ന
ഒരു കാൽക്കുലേഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിധി വരെയുള്ള ചിന്താഗതിക്കാർ, ഒരു മുതലാളിത്ത ചിന്താഗതിക്കാർ ഈ നാടിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാം എനിക്ക് താഴെയുള്ളവരാണ്, എല്ലാം എൻ്റെ താഴെയുള്ളവരാണ് അനുഭവിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന പല പ്രവർത്തന രീതികളിലൂടെ നാം സഞ്ചരിക്കേണ്ടി വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നമ്മുടെ പറമ്പുകളും നമ്മുടെ ഓടകളും നമ്മുടെ വീട്ടുമുറ്റവും നമ്മുടെ ചുറ്റുപാടുകളും, എന്തിനേറെ പറയുന്നു നമ്മുടെ മനസ്സ് പോലും ഈ ജീർണിച്ച അവസ്ഥയിലേക്ക് മാലിന്യം നിറഞ്ഞ മൺകൂനകളായി മാറിപ്പോയി എന്നുള്ള വസ്തുതയും നാം മറന്നു പോകേണ്ടതില്ല എന്നതാണ് എനിക്ക്. സദാനന്ദൻ, ലത, മിനി, രാജി, അമ്മണി 4ാം ദിനത്തിൽ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഹരിത കർമ്മസേനാംഗങ്ങൾ ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനാംഗങ്ങളാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നാടിന്റെ ആരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് AKCC സംഘടിപ്പിച്ച വേൾഡ് കപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോൺ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭാരവാഹികളായ റോബി കാളിയങ്കര, ഡേവിസ് ചക്കാലക്കൽ, ടെൽസൺ കോട്ടോളി, ഷാജു കണ്ടംകുളത്തി, വർഗീസ് ജോൺ, മിനി കാളിയങ്കര, ജേസൺ പൊന്തോക്കൻ, ട്രസ്റ്റി ജോമി ചേറ്റുപുഴക്കാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. പ്രവചന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ റഫീഖ് താഴശ്ശേരി വിജയിയായി. They crossed borders, they crossed cultures, and together they showed us why this game belongs to the world. From 3 countries across them and from every corner of the globe, we have witnessed greatness, and we have shared in moments of joy, moments of hope, moments we will all never forget. Is a language spoken without words, a force that unites people, that turns strangers into friends, and reminds us of what we all have in common. Coverage of FIFA World Cup 2026, co-presented by Mahindra SUV, John Walker Luxury Water, and official sponsor to Motorsport. വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂലൈ 28-ന് ചൊവ്വാഴ്ചയാണ് ഊട്ടുതിരുനാൾ. അൽഫോൺസാമ്മയുടെ ഊട്ടുതിരുനാൾ 2026 ജൂലൈ 28-ന് സഹർഷം ആഘോഷിക്കുകയാണ്. ഇന്ന് 19-ാം തീയതി ജൂലൈ 19-ാം തീയതി തിരുനാൾ കൊടിയേറ്റമാണ്. അഞ്ചരിക്ക് തിരുനാൾ കൊടിയേറ്റവും തുടർന്ന് ക്രിസ്ത്യേന്തി വാഴ്ച, വിശുദ്ധ കുർബാനയും നൊവേനയും തിരുശേഷിപ്പ് ആശീർവാദവും വന്ദനവും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നവനാൾ ദിവസങ്ങളിൽ നേർച്ചക്കഞ്ഞിയും ഉണ്ടായിരിക്കും. നവനാൾ കർമ്മങ്ങളെല്ലാം 9 ദിവസവും വൈകുന്നേരം 5:30 ആരംഭിക്കുക. ഈ നവനാൾ കർമ്മങ്ങളിലേക്കും തിരുനാളിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. തിരുനാൾ ദിനം 28-ാം തീയതി രാവിലെ 6:15 ദിവ്യബലിക്ക് ശേഷം ഊട്ടുവെഞ്ചരിപ്പും
8 മണിക്ക് വിശുദ്ധ കുർബാനയും 10:30 തിരുനാൾ പാട്ട് കുർബാനയും വൈകിട്ട് 5 മണിക്ക് ഇടവക വൈദ്യുതി നേതൃത്വത്തിലുള്ള ദിവ്യബലിയും ഉണ്ടാകും. ദിനത്തിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും നേർച്ചൂട്ട് ഉണ്ടാകുക. എല്ലാ ദിവസങ്ങളിലേക്കും എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ കൊറേ ദൂരം ഉണ്ടെന്ന്. സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റ് സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വനും ബഹുമാന്യങ്ങളെ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.